ഈ മോളുടെ പേര് ജോസ്ന, കരവാളൂർ നിന്നാണ് വരുന്നത്. മോള് പറയുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ശ്വാസമുട്ടലുണ്ടായിരുന്നു. അതുമൂലം പൊടി പ്രയാസമായിരുന്നു, രാത്രിയിൽ ഉറങ്ങാൻ പ്രയാസമായിരുന്നു, അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇൻഹീലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ മോള് പറയുന്നത് ഈ മാസം ബ്രദർ വന്ന് സൺഡേയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സമയത്ത് മോള് പറയുന്നത് ആമേൻ, അന്ന് തന്നെ ആ ശ്വാസമുട്ടൽ വിട്ടുപോയി, പിന്നീട് ആ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്നുണ്ട്, പൊടിയുടെ പ്രയാസമില്ല, അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻഹേലർ അടിക്കുന്നുണ്ടായിരുന്നോ? നീ ഇൻഹേലർ എടുക്കുന്നുണ്ടായിരുന്നു. എത്ര നാളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ 10th തൊട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. 10th തൊട്ട് 10ാം ക്ലാസ് മുതൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട്, ഒരു 6-7 വർഷമായിട്ട്. നിനക്ക് എത്ര? 21, 22, 7 വർഷമായിട്ട് ഇപ്പം ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് മാറി, ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമുള്ള കാര്യമോ? അന്നുമോൾ ഇന്നലെ ഇവള് മണാലിയിലോ അങ്ങോട്ട് പോയി മഞ്ഞിന്റെ നടുവിൽ നിൽക്കുന്നൊരു ഫോട്ടോ അയച്ചു തന്നെ എനിക്ക്. ഇപ്പോൾ ഒരു അലർജിയില്ല, പൊടിയടിക്കാം. തണുപ്പടിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു, രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ എണ്ണീറ്റിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്കിൾ ഇങ്ങനെ രോഗമുള്ള സ്ഥലത്ത് വെച്ച് അന്ന് മാറി. രാത്രി ഉറങ്ങാനൊക്കത്തില്ല, പൊടിയടിക്കാനൊക്കത്തില്ല, തണുത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. ഏകദേശം 10 വർഷമായിട്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി പറഞ്ഞേ.